വാക്കപ്പുലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ മൂന്നാം തിരുവുത്സവ ദിനത്തിൽ നെയ്യമൃത് സമർപ്പണം ഭക്തിനിർഭരമായി. പ്രശസ്ത സോപാന സംഗീതജ്ഞ ആശ സുരേഷാണ് ചൊവ്വാഴ്ച നെയ്യമൃത് സമർപ്പണം നടത്തിയത്. വാക്കപ്പുലം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് നെയ്യമൃത്. കുടങ്ങളിൽ നെയ് നിറച്ച് ക്ഷേത്രത്തിന് വലം വെച്ച് തിരുനടയിൽ നെയ്യാകുന്ന അമൃത് സമർപ്പിക്കുമ്പോൾ അഷ്ടൈശ്വര്യവും രോഗശാന്തിയും സൗഭാഗ്യങ്ങളും ലഭിക്കുമെന്നാണ് ഭക്തജന വിശ്വാസം. എല്ലാ ചൊവ്വാഴ്ചയുമാണ് നെയ്യമൃത് സമർപ്പണം നടക്കുന്നത്. എന്ത് ഉദ്ദേശിച്ചാണോ കഴിക്കുന്നത് ആ ആഗ്രഹം സാധിക്കുക എന്നുള്ള പല പല അനുഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു അമ്പലത്തിൽ നിന്ന് നമുക്ക് ഒരു കുടത്തിനകത്ത് നെയ്യ് തരും. അതിൻ്റെ മുകളിലൊരു വേല് കുത്തിയെടുത്ത് അമ്പലത്തിന് 3 പ്രദക്ഷിണം വെച്ച് നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിച്ച് നടക്കുന്നോ അവിടെ വെച്ച് സങ്കല്പിച്ച് നടയെ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇതാ നെയ്യമൃത് എന്ന് പറഞ്ഞാൽ നടത്താനുള്ള സ്വർണ്ണവേലാണ് നമ്മൾ ഒരു കുടത്തിൽ നെയ്യ് നിറച്ച് വാഴയിലയും കൊണ്ട് കെട്ടി സ്വർണ്ണ വേല് കുത്തി 3 വലം വെച്ച് നടക്കി സമർപ്പിക്കുന്ന വഴിപാടാണ് നെയ്യമൃത്. ഈ നെയ്യമൃത് നടത്തിയ ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ ഈ നാട്ടിലും പുറംനാട്ടിലും ഉണ്ടായിട്ടുണ്ട്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടാകുന്നു, വിവാഹം കഴിക്കാൻ താമസിക്കുന്നവർക്ക് വിവാഹം കഴിക്കുന്നു, ജോലി കിട്ടാൻ താമസിക്കുന്നവർക്ക് ജോലി കിട്ടി വരുന്നു. അങ്ങനെ ഒട്ടേറെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ ഭഗവാൻ നടത്തി തരുന്നുണ്ട്. ഈ നെയ്യമൃത് 12 ചൊവ്വാഴ്ച വളരെ നിഷ്ഠയോടുകൂടി ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടും. അതുകൊണ്ട് ആ പ്രസക്തി ആസ്വദിച്ച് ഇപ്പം ദൂരദേശങ്ങളിൽ നിന്നും വരെ വളരെയധികം ആളുകൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. രാവിലെയും വൈകിട്ടുമാണ് സമർപ്പണം. വാക്കപ്പുലം ക്ഷേത്രത്തിൽ ഉത്സവാഘോഷങ്ങളോടനുബന്ധിച്ച് ചൊവ്വാഴ്ച മൂന്നാം ഉത്സവ ദിനത്തിൽ നെയ്യമൃത് സമർപ്പണം നടന്നു. പ്രശസ്ത സോപാന സംഗീതജ്ഞ ആശ സുരേഷ് നെയ്യമൃത് സമർപ്പണം നിർവഹിച്ചു. തുടർന്ന് ഭക്തജനങ്ങളും വാക്കപ്പുലത്തപ്പന് നെയ്യമൃത് സമർപ്പിച്ചു. ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വെച്ച് തിരുനടയിൽ നെയ്യമൃത് നിറച്ച കുടങ്ങൾ സമർപ്പിക്കുന്ന ചടങ്ങിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. തുടർന്ന് ആശാ സുരേഷിന്റെ സോപാന സംഗീത അർച്ചനയും നടന്നു. ഓട്ടൻതുള്ളൽ, നൃത്തസന്ധ്യ എന്നിവയും മൂന്നാം തിരുവുത്സവത്തോടനുബന്ധിച്ച് നടന്നു. ഫെബ്രുവരി 7 തിരുവുത്സവാഘോഷങ്ങൾ സമാപിക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.